പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ദേവയാനിയോട് പറയാണ്, ഇനി ഇതുപോലുള്ള കഷായം ഒന്നും ഉണ്ടാക്കി കൊണ്ടുവരരുത്, ഇത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയെന്ന് പറയട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാനിത് ഒരുപാട് കഴിച്ചതാണ്, എനിക്ക് അമ്മ ഒരുപാട് തവണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും കഴിച്ചോട്ടെ എന്നാണ് അമ്മ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, അപ്പോൾ നീ എൻ്റെ മുത്തല്ലേ, നിൻ്റെ ആരോഗ്യം നന്നായിരുന്നാലേ എൻ്റെ ആരോഗ്യം നന്നാവുള്ളൂ, അപ്പോഴേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് കുറച്ചങ്ങ് പോയി നിന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി മോൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് ചായയും പലഹാരം തന്നു, ഇപ്പോൾ കഷായം തന്നു, ഇനിയിപ്പോൾ അത്താഴം കഴിക്കാനൊന്നും സ്ഥലമില്ല എന്ന് പറയുന്ന സമയത്ത് അതൊന്നും പറ്റില്ല, അത്താഴത്തിനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മോൾ അതും കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവാണേ. അപ്പം അതിനെ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്ന്. പിന്നീട് ജലജിയാണെങ്കിലും നേരെ ജാനകിയുടെ അടുത്തേക്കാണ് കേട്ടോ വരുന്നത്. ജാനകി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഈ ഏട്ടത്തിയുടെ സ്വഭാവം പിടി കിട്ടുന്നേ ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് ഇങ്ങനെ ഏട്ടത്തി അവൾക്ക് ഇങ്ങനെ കഷായം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, ഞാൻ ചെല്ലുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, ഏട്ടത്തി പെട്ടെന്ന് തന്നെ ഭാവമൊക്കെ അങ്ങ് മാറ്റി എന്നും അറിയൂട്ടോ. നയനയും ദേവയാനിയും തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയോ എന്നുള്ളൊരു സംശയം അവർക്ക് രണ്ടുപേർക്കുണ്ട് കേട്ടോ. അപ്പോൾ ജലജിയാണെങ്കിലും അതങ്ങ് പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു, അർഹതയില്ലാത്ത മരുമകൾ ഇങ്ങനെ ഏട്ടത്തി പെട്ടെന്ന് സ്നേഹിക്കുന്നൊന്നും തോന്നുന്നില്ല, ഏട്ടത്തിക്ക് ഇപ്പം ഇങ്ങനെ ആദർശനെയും ജയേട്ടനെയൊക്കെ നല്ല പേടിയുണ്ട്, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇനിയിപ്പോൾ അമ്മായിയമ്മയും മരുമകളും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല എന്ന് പറയൂട്ടോ. പിന്നീട് അതുപോലെ തന്നെ നീ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിൻ്റെ മരുമകളോട് ഇപ്പോൾ അങ്ങനെ ഏട്ടത്തിക്ക് ആ പഴയ സ്നേഹമൊന്നുമില്ല, അനാമിക മോളോട് സംസാരിക്കാനുള്ള സമയം പോലും ഏട്ടത്തി കണ്ടെത്തുന്നില്ല, അതൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യമൊക്കെ പോക്കാണ്. ഇപ്പം തന്നെ ജ്വല്ലറി അവൾ പിടിച്ചടക്കി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഏട്ടത്തി മരുമകളും ഒരുമിച്ചാൽ പിന്നെ ഈ വീടും കൂടെ അവൾ പിടിച്ചടക്കും എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ജ്വല്ലറി അവളില്ലെങ്കിൽ നടന്നു പോവില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, അവൾ വരുന്നതിന് മുന്നേ പിന്നെ ജ്വല്ലറി താഴേക്കാണോ പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവളെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പലരും ഓരോന്ന് പറയല്ലേ, ഇവിടെ ആണുങ്ങളുടെ തലയ്ക്കും എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജിയാണെങ്കിലും അതൊക്കെ അങ്ങ് സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. പിന്നീട് അഭിയാണെങ്കിൽ ഫോണിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഒരു മൂർഖൻ പാമ്പ് എന്നെ വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ അവൾക്കൊരു കുഞ്ഞും ജനിക്കും, ഇനിയിപ്പോൾ സ്നേഹമില്ലാത്ത ഭർത്താവിനെ അവൾ വിട്ടു പോവുകയാണെങ്കിൽ ഇതിനെ ഏതെങ്കിലും ഒന്നിനെ ഇങ്ങനെ ജീവിത പങ്കാളിയാക്കണം എന്നൊക്കെയാണ് കേട്ടോ അഭി മനസ്സിലോർക്കുന്നത്. അതിനുശേഷം അഭിക്കാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ടായിരുന്നു, ഇത് ഗൾഫിലെ കോളാണല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഈ ശബ്ദം ഓർമ്മയുണ്ടോ എന്നൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അഭിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ ഒരേ സമയം സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ശബ്ദം നിനക്ക് പരിചയം ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ പേര് പറയാം, എൻ്റെ പേര് അനഘ എന്നാണെന്ന് പറയും കേട്ടോ. അപ്പോഴും അഭിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, പിന്നെ പെൺകുട്ടി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്ന അനഘയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അഭിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നീ ഇപ്പോൾ എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴെങ്കിലും എവിടെയാന്നൊക്കെ ചോദിച്ചല്ലോ, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറി പോകുന്നത് എന്തിനാന്നൊക്കെ നിനക്കറിയാലോ, അന്നിങ്ങനെ എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ദുബായിലേക്ക് വരുന്ന സമയത്ത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ആ കുഞ്ഞിപ്പോൾ അച്ഛനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം എന്ന് പറയാണ് കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ അഭിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ടായിരുന്നേ. അപ്പോൾ നിൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അനഘ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും നീ കഴിഞ്ഞു എന്നേ പറയുള്ളൂ, അതുകൊണ്ട് ഞാനും കുഞ്ഞും ഉടനെ തന്നെ അങ്ങോട്ട് വരും, നീ ഞങ്ങളെ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അഭിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അതും കൂടെ കേൾക്കുമ്പോൾ അഭി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ നവ്യ റൂമിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അഭിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ വിളിച്ചതെന്ന്. അപ്പൊ അതെന്റെ ഒരു സുഹൃത്താണെന്ന് അഭി പറയും. അപ്പൊ പെൺസുഹൃത്തോ ആൺസുഹൃത്തോ എന്ന് നവ്യ ചോദിക്കും. അതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എന്തിനാണ് ഇങ്ങനെ നവ്യനോട് അഭി ദേഷ്യത്തിൽ ചോദിക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു, നിന്റെ സ്വഭാവം എനിക്ക് അറിയാലോ, ഞാൻ ഇവിടുന്ന് പോവാൻ നിൽക്കല്ലേ, നീ നിന്റെ കറക്കം തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എനിക്കിപ്പോൾ 7ാം മാസമാണ്, നീ എന്നെ വെറുതെ സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ അഭിനോട് നവ്യ പറയുന്ന സമയത്ത്, അതിനിപ്പോൾ ഞാൻ നിന്നോടൊന്നും പറയാൻ വന്നിട്ടില്ലല്ലോ, നീയല്ലേ നിന്റെ മനസ്സിലുള്ള ഓരോ തോന്നൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് അതിനുശേഷം അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, വീട്ടിലേക്ക് വരുന്ന സമയത്ത് മനസ്സമാധാനം തരുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അതൊരു ആശ്വാസം തന്നെയാണ് വീട്ടിലേക്ക് വരുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. നല്ല ഉറക്കം കിട്ടുമോ എന്നൊക്കെ പറയുമ്പോൾ നവ്യ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, എനിക്കിപ്പോൾ 7ാം മാസമാണ്, നീ എന്നെ സ്നേഹിക്കേണ്ട, നിന്റെ കുഞ്ഞിനെങ്കിലും ഒന്ന് സ്നേഹിച്ചൂടെ, എന്നെ ഒന്ന് കൂടെ നിർത്തി ഒന്ന് ആശ്വസിപ്പിച്ചൂടെ, അങ്ങനെ ആശ്വസിപ്പിക്കാൻ ഒരു ഭർത്താവ് ഉണ്ടാവുന്നത് തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ വലിയ ഭാഗ്യം, അവൾക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള നാളെ ലക്കുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ
പറയുകയാണ്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നിനക്കിങ്ങനെ ദൈവങ്ങൾ തിരിച്ചടി തന്നിട്ട് നീ ഇങ്ങനെ പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയൂട്ടോ. അപ്പൊ നീ ഇങ്ങനെ ദൈവങ്ങൾ എന്ത് തിരിച്ചടി എനിക്ക് തന്നു എന്നാ പറഞ്ഞു വരുന്നതെന്നൊക്കെ അഭി ചോദിക്കുന്ന സമയത്ത്, നീ ഇങ്ങനെ മലയ്ക്ക് പോയ സമയത്ത് നിന്നിങ്ങനെ മല കയറാൻ അയ്യപ്പസ്വാമി അനുവദിച്ചോ? ആ സമയത്ത് എല്ലാവരും നല്ല വ്രതം എടുത്ത് പോയവരൊക്കെ മലയ്ക്ക് പോയ സമയത്ത് നീ ഇങ്ങനെ അവിടെ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിയല്ലായിരുന്നു, പോലീസുകാരുടെ അടിയും കിട്ടിക്കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പൊ നീ ഒന്നും പഠിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യ തന്നെ പറയൂട്ടോ, നീ വീട്ടിലെ ഒന്നല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ 10 ഗുണം എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് ദേഷ്യത്തിൽ കിടക്കാൻ പോവാണ് കേട്ടോ. നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അഭിയാണെങ്കിലും ആകെ ടെൻഷനിൽ നിൽക്കുകയാണല്ലോ അനഘ വിളിച്ചേന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ടെൻഷനിൽ അങ്ങനെ അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നവ്യാണെങ്കിലും കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അഭിക്കാണെങ്കിലും കിടന്നിട്ട് അങ്ങ് ഉറക്കൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ നവ്യയുടെയും അഭിയുടെയും അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടൊക്കെ അങ്ങനെ അവിടെ നിന്ന് പിന്നെയും അങ്ങനെ ബെഡിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ. നവ്യ അങ്ങനെ ഈ സമയത്തൊക്കെ നല്ല ഉറക്കാണ്. ഇടയ്ക്ക് നവ്യനെ നോക്കുന്നുണ്ട്. ആകെ ടെൻഷൻ അടിച്ചാണ് കേട്ടോ അഭി ഇരിക്കുന്നത്. പിന്നീട് അഭി പഴയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത്. അപ്പോൾ അനഘയായിട്ട് സ്നേഹത്തിലിരുന്ന സമയത്ത് ഇങ്ങനെ അനഘ വന്നിട്ട് ഇങ്ങനെ അമ്മയാവാൻ പോവാണെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ, നിന്നോട് ഞാൻ എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിത്തരാൻ പറഞ്ഞിട്ട് നീ ഇങ്ങനെ കേട്ടില്ല, എന്നിട്ടും പല തവണ നമ്മൾ ഹോട്ടൽ റൂമിലൊക്കെ ഒരുമിച്ച് കഴിയുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്, ഞാനൊരു അമ്മയാവാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ അഭിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ ഒരു അച്ഛനാവാൻ പോവാന്നൊക്കെ പറയുമ്പോൾ ആകെ ടെൻഷനായി. പിന്നീട് അങ്ങനെ ഇതിന് വേറൊരു പരിഹാരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അബോർഷനെ കുറിച്ചൊക്കെ തന്നെയാണ് കേട്ടോ അഭി ഇങ്ങനെ അനഘേനോട് പറയുന്നത്. അപ്പൊ അനഘയ്ക്കാണെങ്കിലും അതിന് തയ്യാറല്ല, ആ കുഞ്ഞിനെ വളർത്തുന്നുള്ള വാശി തന്നെയാണ് കേട്ടോ അനഘ. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അഭി ഇങ്ങനെ അബോർഷനെ കുറിച്ച് പറയുന്ന സമയത്ത്, ഞാൻ നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം പറയാം, നീ അവിടേക്ക് പോയാൽ മാത്രം മതി എന്നൊക്കെ അഭി കുറെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അനഘ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പൊ അനഘ ആ കുഞ്ഞിനെ പ്രസവിക്കും വളർത്തുന്നൊക്കെ തന്നെ ഉള്ള വാശി തന്നെയാണ്. അപ്പൊ അതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ വഴക്കൊക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പൊ അഭി പറയുന്നുണ്ടായിരുന്നു, നിന്റെ വീട് പോലെയല്ല എന്റെ വീട്, അനന്തപുരിക്കാർക്ക് ഇതൊക്കെ പുറത്ത് ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാവും എന്ന് പറയാണ്. അപ്പോൾ അനഘ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് മാത്രമേ, നിന്റെ വീട്ടുകാർക്ക് മാത്രമേ നാണുള്ളൂ, മറ്റുള്ളവർക്കൊന്നും അതില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാര്യത്തിൽ ഇങ്ങനെ ആണുങ്ങളെക്കാളും ഇങ്ങനെ ഇത് പുറത്താരെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് പെണ്ണുങ്ങളെ ആയിരിക്കും എന്നൊക്കെ അനഘ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ തമ്മിൽ വഴക്കൊക്കെ ആവുന്നുണ്ടായിരുന്നു. രണ്ടുപേരും വഴക്കിട്ടാണ് കേട്ടോ അവിടുന്ന് പിരിയുന്നത്. ആ സമയത്ത് അഭിയാണെങ്കിലും ഇങ്ങനെ അനഘേനോട് ആ കുഞ്ഞിനെ കളയാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനഘയ്ക്കാണെങ്കിലും അത് സമ്മതല്ല. അതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ വഴക്കാവുന്നുണ്ട്. അനഘയാണെങ്കിലും അഭിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയും അവിടെ താഴെ ഇടുകയും അങ്ങനെ തള്ളി താഴെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അനഘ ആകെ ദേഷ്യത്തിലാണ് കുഞ്ഞിനെ കളയാൻ പറയുന്ന സമയത്ത്. അവിടുന്ന് ആ ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ അനഘ തിരിച്ചു പോവുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടാണ് അഭി കിടക്കുന്നത്. അതിനുശേഷം വീണ്ടും അനഘ അങ്ങനെ അഭിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് ആ സമയത്ത് അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അഭിയുടെ കുഞ്ഞല്ല അങ്ങനെ അനഘയുടെ വയറ്റിൽ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതെനിക്കൊരു ഉറപ്പില്ല, അങ്ങനെയുള്ള കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഏറ്റെടുക്കുന്നതെന്നൊക്കെ അനഘേനോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ അനഘയ്ക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാടാന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ആ കുഞ്ഞ് എൻ്റെതാണെന്നുള്ള ഉറപ്പൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന്റെ അവകാശം വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് കേട്ടോ അഭി ഇങ്ങനെ അനഘേനോട് പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ അനഘയ്ക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നീട് അനഘേനോട് അഭിനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ ഇങ്ങനെ സ്നേഹിച്ച സമയത്ത് നീ ഇങ്ങനെ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണമായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ എല്ലാം കൂടെ അനഘയുടെ തലയിലാക്കിയാണ് കേട്ടോ ആ തെറ്റ് മുഴുവൻ കൊണ്ട് അഭി വെക്കുന്നത്. അപ്പൊ നവ്യനോടും പറഞ്ഞിട്ടുണ്ടല്ലോ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അഭിയുടെ അല്ല എന്നുള്ളത്. അപ്പൊ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യം തന്നെയാണ് കേട്ടോ അനഘേനോടും പറയുന്നത്. അപ്പൊ അതിന്റെ പേരിലാണെങ്കിലും രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അനഘയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അബിയുടെ അല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അനഘയ്ക്കാണെങ്കിലും ദേഷ്യം വന്ന് അബിയുടെ കരണത്തടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഓർത്തുകൊണ്ടാണെങ്കിലും അബിക്ക് ഇങ്ങനെ ഉറങ്ങാനും പറ്റുന്നില്ല. അതിങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ അബിക്കാണെങ്കിലും ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ പോകാനൊക്കെ നിൽക്കുന്ന സമയത്ത് നവ്യ അങ്ങനെ ഉണരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്ത് പറ്റി നിനക്ക്, നിന്റെ മുഖം കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ, നിനക്ക് എന്താ ഏതെങ്കിലും പെൺകുട്ടികളെ വിളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്റെ ടെൻഷൻ നിന്നോട് പറഞ്ഞാൽ നിനക്കത് മാറ്റി തരാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നിന്റെ മുഖം കണ്ടിട്ട് നിനക്ക് ഏതോ പെൺകുട്ടികളെ വിളിക്കണം എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ, ഞാൻ ഉറങ്ങുന്ന സമയത്താണല്ലോ നീ ഇങ്ങനെ പലരെയും വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യാണെങ്കിലും പറയാൻ കേട്ടോ. അപ്പൊ അബിയാണെങ്കിലും നവ്യനോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു.
എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്, അതൊന്നും നിന്നോട് പറഞ്ഞാൽ നിനക്ക് പരിഹരിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ ചോദിക്കുകയാണ്, നിനക്ക് എന്താ അത്ര ടെൻഷൻ, നീ ഇങ്ങനെ വെറും കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമല്ലേ, പിന്നെ നിനക്ക് എന്ത് ടെൻഷനാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഭിയാണെങ്കിലും പറയാണ്, അതിപ്പോൾ നിന്നോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ കിടന്നുറങ്ങും, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യാണെങ്കിലും അവിടെ അങ്ങ് ദേഷ്യത്തിൽ കിടക്കുകയാണ് കേട്ടോ. അഭിക്കാണെങ്കിലും ഉറക്കം വരാതെ ഇതുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് സമയം. പിന്നീട് വീണ്ടും ആലോചിക്കുന്നത് അനഘ അഭിനെ കാണാൻ വന്നു തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തം ഇങ്ങനെ അധികം കാണിച്ചിട്ടുള്ളത് അനഘേനെയും അഭിനെയും തന്നെയാണ്, അവരുടെ പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അനഘയാണെങ്കിലും പിന്നെ അഭിനെ കാണാൻ വന്നിട്ടുള്ളത് ഒരു യാത്ര പറച്ചിലുമായിട്ടാണ് കേട്ടോ. അപ്പൊ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തും എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് അനഘ ഉണ്ടായിരുന്നത്. അപ്പൊ അത് പുറത്തു പോയിട്ട് ദുബായിലേക്ക് പോകാനാണ് കേട്ടോ അനഘയുടെ തീരുമാനം. അതൊക്കെ അഭിനോട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ദുബായിലും ഇങ്ങനെ ബന്ധുക്കളുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് അവരുടെ അടുത്തേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ നിന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുമല്ലോ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്നും, അത് ഭയങ്കര നാണക്കേടല്ലേ. അതുകൊണ്ട് എൻ്റെ നല്ല കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അവരോട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരിപ്പൊ തന്നെ കയറി പോരാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അഭിനോട് ഒരു യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അനഘ പറയുന്നുണ്ടായിരുന്നു, നീ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റേതല്ല എന്ന് പറഞ്ഞ നിമിഷം തൊട്ട് നീ എൻ്റെ ആരും അല്ലാതായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നിനക്കിപ്പോൾ സമാധാനമായി കാണുമല്ലോ എന്നൊക്കെ അഭിനോട് ചോദിക്കുമ്പോൾ അഭി പറയാണ്, നീ അന്ന് അങ്ങനെ ഭീഷണിപ്പെടുത്തിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റേതല്ലാതാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നീ കൂടുതലൊന്നും പറയണ്ട, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, നിന്നെ പോലെ ഒരുത്തനെ സ്നേഹിച്ച് അങ്ങനെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് അനഘ തെറ്റും സമ്മതിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനഘ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഗൾഫിലേക്ക് പോവാണല്ലോ, അപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും, ഞാൻ ആ കുഞ്ഞിനെ വളർത്തും. അപ്പോൾ അവിടെ ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്താൻ ഇങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, അത്യാവശ്യം സമ്പാദിക്കാനും പറ്റും. പക്ഷേ അതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ചു വരും, ആ കുഞ്ഞിനെ നീ ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് ജനിച്ച ശേഷം ആ കുഞ്ഞ് നിൻ്റേതല്ലാന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ അനഘ പറയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അനഘ അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നത്. എന്തായാലും അനഘ പോകുന്ന സമയത്ത് അബിക്ക് എന്തായാലും അതും കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനം ആവുന്നുണ്ട് കേട്ടോ. ആകെ ടെൻഷൻ അടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ എന്തായാലും അവൾ വേറൊരു നാട്ടിലേക്ക് പോവല്ലേ, ഇനിയിപ്പോൾ അവിടുന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നോർത്ത് ആകെ ഇങ്ങനെ സമാധാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് അബി കിടക്കുന്നത്. പിന്നീട് അനൊക്കെ വിളിച്ചിട്ട് ഞാനും കുഞ്ഞും അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കിടക്കുന്ന അബീനെയും കാണിച്ചുകൊണ്ട്